നമസ്കാരം ഫ്രണ്ട്സ്. ഒസൽസ് ലേണിംഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻട്രോ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന എല്ലാവിധ സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. ഈ ഒരു വീഡിയോ മുതൽ നമ്മൾ ഡാറ്റ സയൻസ് സീരീസ് തുടങ്ങുകയാണ്. പൈത്തണാണ് നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജായി ചൂസ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിരുന്നു. പൈത്തൺ പഠിക്കാൻ പോകുന്നതിന് മുന്നേ എന്തിനാണ് പൈത്തൺ എന്ന ലാംഗ്വേജ് ഡാറ്റ സയൻസിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തെ കാര്യം, പൈത്തൺ വളരെ സിമ്പിളാണ്. ബാക്കിയുള്ള ലാംഗ്വേജസിനെ അപേക്ഷിച്ച് പൈത്തൻ്റെ സിൻടാക്സ് വളരെ എളുപ്പമാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇതൊരു ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യാനുള്ള ജാവയുടെയും പൈത്തൻ്റെയും കോഡുകളാണ്. ജാവയിൽ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിനും സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്എൽഎനുമൊക്കെ കോഡിന്റെ കോംപ്ലക്സിറ്റി വർദ്ധിപ്പിക്കുമെങ്കിലും പൈത്തണിൽ ഒരു കോംപ്ലിക്കേഷനും ഇല്ലാതെ പ്രിന്റ് ഹലോ വേൾഡ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഹലോ വേൾഡ് പ്രിന്റ് ആവുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അടുത്തതായി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡാറ്റ സയൻസ് ലൈബ്രറികളുടെ അവൈലബിലിറ്റി. ഉദാഹരണത്തിന് ഡാറ്റ അനാലിസിസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പാണ്ടാസ്, നംപൈ പോലുള്ള ലൈബ്രറികൾ ജാവ പോലത്തെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിൽ അവൈലബിൾ അല്ല എന്നതാണ്. അതുപോലെ ഡാറ്റ വിഷ്വലൈസേഷൻ നമ്മൾ ഉപയോഗിക്കുന്ന മാറ്റ്പ്ലോട്ട്ലിബ്, സീബോൺ എന്ന ലൈബ്രറികൾ പൈത്തണ് മാത്രം സ്വന്തമാണ്. ഒരുപാട് റിസർച്ചുകളും കോൺഫറൻസുകളും സെമിനാറുകളും ഒക്കെ നടക്കുന്ന ഒരു ഫീൽഡാണ് ഡാറ്റ സയൻസ്. അതിനുവേണ്ടി പൈത്തൺ കമ്മ്യൂണിറ്റി വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ഇത് കഴിഞ്ഞ ഒരു വർഷത്തിലെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളുടെ ഗൂഗിൾ ട്രെൻഡ് റിസൾട്ടാണ്. പൈത്തൺ ഒരു ട്രെൻഡിങ് ലാംഗ്വേജ് ആണെന്ന് ഇനിയും പറയേണ്ടതില്ലല്ലോ. ഇതൊന്നും കൂടാതെ പൈത്തൺ ഒരു ജനറൽ പർപ്പസ് ലാംഗ്വേജ് കൂടിയാണ്. പൈത്തൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് സ്റ്റാൻഡ് അലോൺ ആപ്ലിക്കേഷൻസ്, വെബ്സൈറ്റ്സ് എന്നിവ എല്ലാം നിർമ്മിച്ചെടുക്കാം. ഈ സീരീസിന്റെ അവസാനത്തിൽ പൈത്തൺ വെച്ച് ഡാറ്റ സയൻസ് ആപ്ലിക്കേഷൻസ് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നമ്മൾ പരിശോധിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ പൈത്തൺ പഠനം ആരംഭിക്കാം. ആദ്യമായി നമ്മൾ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യണം. ഒരു വിർച്വൽ എൻവിറോൺമെൻറ്റ് എങ്ങനെ സെറ്റപ്പ് ചെയ്യുമെന്ന് നോക്കണം. ഉണ്ടാക്കിയ വിർച്വൽ എൻവിറോൺമെൻറ്റ് ആക്ടിവേറ്റ് ചെയ്യണം. ആവശ്യമായ പൈത്തൺ ലൈബ്രറികൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഇതിനെപ്പറ്റിയുള്ളൊരു ഡീറ്റെയിൽഡ് ആർട്ടിക്കിൾ നമ്മുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മുടെ വെബ്സൈറ്റിൽ കയറിയതിന് ശേഷം സെറ്റിംഗ് അപ്പ് യുവർ സിസ്റ്റം ഫോർ ഡാറ്റ സയൻസ് എന്ന ആർട്ടിക്കിൾ സെലക്ട് ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റാളേഷനെ സംബന്ധിച്ച് ഒരുപാട് ഡീറ്റെയിൽ ആയി എഴുതിയിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് വായിച്ചു നോക്കാം. നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്ന് നോക്കി ഈ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പൈത്തൺ ഇൻസ്റ്റാളർ ഡൗൺലോഡ് ചെയ്യുക. ഞാൻ ഉപയോഗിക്കുന്ന സിസ്റ്റം മാക് ആയതിനാൽ പൈത്തൺ ഇൻസ്റ്റാളർ ഫോർ മാക് എന്ന ഓപ്ഷനാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഡൗൺലോഡ് ആയതിനു ശേഷം ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ആയതിനു ശേഷം ഇൻസ്റ്റാളേഷൻ സക്സസ്ഫുൾ ആയോ എന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനായി ടെർമിനൽ അല്ലെങ്കിൽ കമാൻഡ് പ്രോംപ്റ്റ് തുറന്ന് പൈത്തൺ സ്പേസ് -v എന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം.
ഇതുപോലെ പൈത്തൺ 3.8.6 എന്ന് കാണിക്കുകയാണെങ്കിൽ ഇൻസ്റ്റാളേഷൻ സക്സസ്ഫുൾ ആയി എന്നർത്ഥം. ഇനി നമുക്കൊരു വിർച്വൽ എൻവിറോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. വിർച്വൽ എൻവിറോൺമെൻറ്റ് ഉണ്ടാക്കി നമ്മളിൽ പലരും വിൻഡോസ് മെഷീനിൽ ഉബുണ്ടു അല്ലെങ്കിൽ ലിനക്സ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അതുപോലെ പൈത്തണിൽ വിർച്വൽ എൻവിറോൺമെൻറ്റിൻ്റെ പ്രസക്തി വരുന്നത് പൈത്തണിൽ തന്നെ പല പല വേർഷൻസിലുള്ള ആപ്ലിക്കേഷൻസ് ഒരു സിസ്റ്റത്തിൽ തന്നെ റൺ ചെയ്യേണ്ടി വരുമ്പോഴാണ്. ഉദാഹരണത്തിന് പൈത്തൺ 3.6ൽ നമ്മൾ ബിൽഡ് ചെയ്ത ഒരു ആപ്ലിക്കേഷൻ പൈത്തൺ 3.8ൽ റൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ കോമ്പാറ്റിബിലിറ്റി ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള കേസുകളിൽ 3.6 പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്ത ഒരു വിർച്വൽ എൻവിറോൺമെൻറ്റ് 3.8ന് വേണ്ടി വേറൊരു വിർച്വൽ എൻവിറോൺമെൻറ്റ് എന്നിവ യൂസ് ചെയ്യുന്നതാണ്. വിർച്വൽ എൻവിറോൺമെൻറ്റ് നമ്മുടെ ട്യൂട്ടോറിയൽ സീരീസിൽ ആവശ്യമില്ലെങ്കിലും ഭാവിയിൽ നിങ്ങളോടൊരാൾ അവരുടെ 3.6 പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്ത സെർവറിൽ നിങ്ങളുടെ 3.8ൽ ബിൽഡ് ചെയ്ത ഒരു ആപ്ലിക്കേഷൻ അവരുടെ ആപ്ലിക്കേഷന് കോട്ടം തട്ടാതെ ഡിപ്ലോയ് ചെയ്യാൻ പറഞ്ഞാൽ ഒട്ടും മടി കാണിക്കാതെ ചെയ്തു കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് വിർച്വൽ എൻവിറോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായി നമുക്ക് എവിടെയാണ് വിർച്വൽ എൻവിറോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അങ്ങോട്ട് പോവാം. ഞാൻ ഡെസ്ക്ടോപ്പിൽ ഓസെൽസ് എന്നൊരു ഫോൾഡർ ഉണ്ടാക്കി അതിലാണ് വിർച്വൽ എൻവിറോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. വിർച്വൽ എൻവിറോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് വിർച്വൽ env എന്നൊരു പൈത്തൺ ലൈബ്രറി ആവശ്യമാണ്. പൈത്തണിൽ ഏതൊരു ലൈബ്രറിയും നമുക്ക് പിപ്പ് എന്നൊരു ടൂൾ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. പിപ്പ് ടൂൾ നമ്മൾ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ കൂടെ ഇൻസ്റ്റാൾ ആവുന്നതാണ്. പിപ്പ് ഇൻസ്റ്റാൾ പാക്കേജ് നെയിം എന്ന സിൻടാക്സ് ഉപയോഗിച്ച് ഏതൊരു പൈത്തൺ ലൈബ്രറിയും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. വിർച്വൽ env ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പിപ്പ് സ്പേസ് ഇൻസ്റ്റാൾ സ്പേസ് വിർച്വൽ env എന്ന കമാൻഡ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വിർച്വൽ എൻവിറോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. അതിനായി നിങ്ങൾ വിർച്വൽ env സ്പേസ് -p സ്പേസ് python3 സ്പേസ് venv എന്ന് ടൈപ്പ് ചെയ്യുക. ഇതിൽ venv ആണ് നമ്മുടെ വിർച്വൽ എൻവിറോൺമെൻറ്റ്. ഇപ്പോൾ നമ്മൾ venv എന്നൊരു വിർച്വൽ എൻവിറോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്കത് ആക്ടിവേറ്റ് ചെയ്യാം. അതിനായി സോഴ്സ് സ്പേസ് venv bin activate എന്ന കമാൻഡ് യൂസ് ചെയ്യാം. വിർച്വൽ എൻവിറോൺമെൻറ്റ് ആക്ടിവേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ venv എന്ന് റൗണ്ടഡ് ബ്രാക്കറ്റിൽ കാണാവുന്നതാണ്. ഇനി നമുക്ക് പാണ്ടാസ് എന്നൊരു പൈത്തൺ ലൈബ്രറി ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. ഓർക്കുക, venv ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം വേണം നിങ്ങൾ ഈ ലൈബ്രറികൾ ഇൻസ്റ്റാൾ ചെയ്യാൻ. നമ്മുടെ വിർച്വൽ എൻവിറോൺമെൻറ്റിൽ ഏതൊക്കെ ലൈബ്രറികളാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതെന്ന് നോക്കാൻ പിപ്പ് സ്പേസ് ഫ്രീസ് എന്ന കമാൻഡ് യൂസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ നമ്മൾ കുറച്ച് പ്രോഗ്രാമിംഗ് പഠിക്കും. പൈത്തൺ ഇൻസ്റ്റാളേഷനെ കുറിച്ചുള്ള സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.